السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീകളെ, സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയ അവൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വിലയുള്ള അനുഗ്രഹവും അള്ളാഹു നമുക്ക് നൽകിയ ഈമാനാണ്. ഈമാൻ ഏറ്റവും ഉന്നതമായ അനുഗ്രഹമാണ്. അള്ളാഹു അവൻ്റെ അടിമകളെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് പരിശുദ്ധമായ ഈമാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. സമ്പത്തിനെയും ഭൗതികമായ വസ്തുക്കളെയും അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അവൻ ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. വലാ യുഅ്തിൽ ഈമാനു ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ ഈമാൻ അത് അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ. അതുകൊണ്ട് ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അവൻ പ്രിയങ്കരമായി കാണുന്നത്, ഏറ്റവും വലുതായി കാണുന്നത് അവൻ്റെ ഈമാനിനെയായിരിക്കും. ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു മുഅ്മിനിനെ ഈമാൻ അൽ മുഅ്മിനു യുഹിബ്ബുൽ ഈമാൻ അശദ്ദു മിൻ ഹുബ്ബിൽ മാഇൽ ബാരിദ്. ഒരു നല്ല ചൂടുള്ള സമയത്ത് ശക്തമായി ദാഹമുണ്ടാകുമ്പോൾ അവൻ്റെ മുന്നിൽ ലഭിക്കുന്ന തണുത്ത വെള്ളത്തേക്കാൾ മുഅ്മിനിന് ഈമാൻ പ്രിയങ്കരമായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ആ ദുആയിലൂടെ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു. ആ ദുആയിലൂടെ തങ്ങൾ ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരികയും ചെയ്തു. നബി തങ്ങൾ അധികമായി ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫ്തഹ. അല്ലാഹു നീ എൻ്റെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ബിഹി ഖൽബി. അല്ലാഹു നിന്നോട് ഞാൻ ഈമാനിനെ ചോദിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിറയുന്ന, ഹൃദയം ഭംഗിയാക്കുന്ന ഉന്നതമായ ഈമാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഉമ്മത്തിൻ്റെ വിജയവും ഈ ഉമ്മത്തിൻ്റെ മേൽ അല്ലാഹു തആല സഹായം ഇറക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിനെ പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ,
അള്ളാഹു സഹായത്തിന്റെ മാനദണ്ഡമാക്കിയിരിക്കുന്നത് ഈമാനിനെയാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു തആല അവന്റെ അടിമകളെ അല്ലാഹു തആല സഹായിക്കുന്നത് ഈമാനിനെ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ മുഴുവൻ വിജയവും അന്തസ്സും നമ്മുടെ ഇസ്സത്തും ഉയർച്ചയും എല്ലാം ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ബാത്തിലിന്റെ ശക്തികൾ എന്നും ഉമ്മത്തിൽ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പള്ളികളെയല്ല, നമ്മുടെ സമ്പത്തിനെയല്ല, മുസ്ലിമീങ്ങളുടെ ബാഹ്യമായ അവസ്ഥകളെയല്ല. എന്നും ബാത്തിലിന്റെ ശക്തികൾ ലക്ഷ്യമാക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഈമാനിനെയാണ്. അതിനെ തകർക്കലാണ് ഇസ്ലാമിന്റെ തകർച്ച എന്നവർക്കറിയാം. ഇനി ഉമ്മത്ത് കാണാൻ പോകുന്ന ഫിത്നകളിൽ ഏറ്റവും വലിയ ഫിത്ന അത് ദജ്ജാലിന്റെ ഫിത്നയാണ്. എല്ലാ നബിമാരും അള്ളാഹുവോട് കാവൽ ചോദിച്ചു, എൻ്റെ ഉമ്മത്തുകളെ കാവൽ ചോദിക്കാൻ പഠിപ്പിച്ചു. നമസ്കാരങ്ങൾ ദുആ ചെയ്യാൻ കാവൽ ചോദിക്കുകയാണ്. മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും എല്ലാ നമസ്കാരത്തിൽ കാവൽ ചോദിക്കാൻ. അത്ര വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. എന്നാൽ എന്താണ് ദജ്ജാലിന്റെ ഫിത്ന? ഈ ഉമ്മത്തിന്റെ ഈമാനിനെ കവർന്നെടുക്കലാണ്. ശൈത്താന്റെ ചതിയുടെയും തന്ത്രത്തിന്റെയും അവന്റെ വഞ്ചനയുടെയും ആകെ ലക്ഷ്യം ഉമ്മത്തിന്റെ ഈമാൻ കൊള്ളയടിക്കലാണ്. ശൈത്താന്റെ മുഴുവൻ പരിശ്രമത്തിന്റെയും ആകെ ചുരുക്കം നമ്മുടെ ഈമാൻ കവർന്നെടുക്കലാണ്, നമ്മുടെ ഈമാനെ കൊള്ളയടിക്കലാണ്. എത്രയെത്ര ഈമാനിന്റെ അഹ്ലുകാർ ഈ ഭൂമിയിൽ നിന്നും യാത്രയായപ്പോൾ അവരുടെ ഈമാൻ പിശാച് കൊള്ളയടിക്കപ്പെട്ട അവസ്ഥയിലാണ് യാത്രയായത്. ഇമാം റാസിയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ, പണ്ഡിതന്മാർ, അവരുടെ അടുക്കലും ശൈത്താൻ പിശാച് വന്നു അവരുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ മരണസമയം മകൻ പറയുന്നു, വാപ്പയുടെ മുന്നിൽ ഖലീമ ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ തിരിച്ച് പറയുന്നു ലാ ബഅദ്. പിന്നെയാണ് വാപ്പയുടെ വീണ്ടും ഉണർത്തുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉണർത്തുന്നു. വാപ്പ പറയുന്നു ലാ ബഅദ്. അപ്പൊ തിരിച്ചതിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആകെ ആശങ്കയായി, ആകെ ഭയമായി. പിന്നെ ഉപ്പക്ക് വീണ്ടും സ്വയം ബോധം വന്നപ്പോൾ, ബോധാവസ്ഥ വന്നപ്പോൾ ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? പ്രജയെടുക്കൽ പിശാച് വന്നു, ഇബ്ലീസ് വന്നു, എൻ്റെ അവസാന സമയം എന്നെ വഞ്ചനയിലാക്കാൻ, എന്നെ ചതിക്കാൻ വേണ്ടി, എൻ്റെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി പിശാചിന്റെ അടുക്കൽ വരികയുണ്ടായി. അബൂ ജഅഫർ ഖുർത്തുബി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മരണസമയം അദ്ദേഹത്തിന്റെ അടുക്കൽ പരിശുദ്ധമായ കലിമ ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്ന വാക്ക് ലാ, ഇല്ല എന്ന്. അദ്ദേഹത്തിന് ശാന്തമായ അവസ്ഥ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താ തിരിച്ച് അങ്ങനെ പറഞ്ഞത്? പിശാചിന്റെ വലതുഭാഗത്ത് വന്ന് എന്നോട് പറഞ്ഞു, നീ യഹൂദിയായിട്ട് മരിക്കൽ ഏറ്റവും നല്ല മതം യഹൂദി മതമാണ്. പിന്നെ എൻ്റെ വലതുഭാഗത്ത് വന്ന് പറഞ്ഞു, നീ നസ്രാനിയായി മരിക്കൽ മതങ്ങളിൽ ഏറ്റവും നല്ല മതം നസ്രാനിയായ മതമാണ്. ഇങ്ങനെ എൻ്റെ അവസാന സമയം എൻ്റെ ഈമാൻ കവർന്നെടുക്കാൻ പിശാച് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് ഇല്ല എന്ന്. പിശാച് ഉമ്മത്തിന്റെ ഈമാൻ കൊള്ളയടിക്കാൻ വേണ്ടി അവസരങ്ങൾ കാത്തെടുക്കുന്നവരാണ്. ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ, ചെറുപ്പകാലത്തെ വിവരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ എനിക്കൊരു നല്ല മോതിരം നൽകി. ഞാൻ ചെറുപ്പമാണ്. ഞാൻ ആ മോതിരം ധരിച്ച് പുറത്തേക്ക് പോയി. വഴിയിൽ വെച്ചൊരു മനുഷ്യനെ കണ്ടുമുട്ടി. എൻ്റെ കയ്യിൽ നിന്നും ആ മോതിരം കവർന്നെടുക്കാൻ വേണ്ടി ആ വന്നയാൾ എൻ്റെ മുന്നിൽ ഒരു മധുരം കാണിച്ചു. എന്നിട്ട് പറഞ്ഞാൽ ഇത് നിനക്ക് നൽകാം, നിന്റെ ആ മോതിരം എനിക്ക് നൽകും. ഞാൻ തയ്യാറായില്ല. മനുഷ്യൻ പറഞ്ഞു, നീ ഇതിനെ രുചിച്ചു നോക്കി. ആ മധുരമുള്ള വസ്തുവിന്റെ വായു വെച്ച് രുചിപ്പിച്ചു. അപ്പൊ അതിന്റെ രുചി എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ മോതിരം നീ ഒന്ന് രുചിച്ചു നോക്കി. അപ്പോൾ അതിന് രുചിയുമില്ല. അപ്പോൾ ഞാൻ ആ മോതിരം ഒരു കൊടുത്തു, ആ മധുരം വാങ്ങിക്കുകയുണ്ടായി. തിരിച്ച് വീട്ടിൽ വന്നു. ഉമ്മ ചോദിച്ചു, സാദി, ഞാൻ നിനക്ക് നൽകിയ മോതിരം എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ, നിനക്കൊരു മോതിരം പോയി, അത് തിരിച്ചു കിട്ടും. പക്ഷേ നീ ഇതിൽ നിനക്ക് ഞാനൊരു ഉപദേശം നൽകുന്നു. നിന്റെ അടുക്കൽ നിന്നും ഈ മോതിരം മധുരം കാണിച്ച് കവർന്നെടുത്തതുപോലെ പിശാച് നിന്റെ അടുക്കൽ പല തിന്മകളും മധുരമുള്ളതായി കാണിച്ച് നിന്റെ ഈമാനിനെ കവർന്നെടുക്കും. നീ അറിയാതെ പലതിനെയും ഭംഗിയാക്കി, പലതിനെയും മാധുര്യമുള്ളതിന് മുന്നിൽ കാണിച്ച്
അത് നിന്നെ രുചിപ്പിച്ച് നിന്റെ ഈമാനിനെ കവർന്നെടുക്കും. അതുകൊണ്ട് ഒരിക്കലും നീ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ ഈമാനെ നഷ്ടപ്പെടുത്തരുത് എന്ന് എൻ്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഉപദേശിക്കുകയുണ്ടായി. സഹോദരന്മാർ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നിഅമത്താണ് ഈമാൻ. അത് നഷ്ടപ്പെട്ടാൽ നാം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. പിന്നെ നമുക്കൊരു വിലയുമില്ല, പിന്നെ നമുക്കൊരു സ്ഥാനവുമില്ല. ഷേഖ് ജമാലുദ്ദീൻ സുഹ്റവർദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അദ്ദേഹം താർത്താരികളുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ മേൽ വലിയ അക്രമം കാണിച്ച് വീണ്ടും മുസ്ലിമീങ്ങളെ ദീനിലേക്കും അള്ളാഹുവിലേക്കും മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘത്തെ തയ്യാറാക്കി ഓരോ നാടുകളും വീടുകളും കയറി പരിശ്രമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യാത്രക്കിടയിൽ താർത്താരിയുടെ മകൻ വേട്ടയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ സംഘത്തിന് മുന്നിൽ കൂടി കടന്നുപോയി. താർത്താരിയുടെ മകൻ മുസ്ലിമീങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ കളിയാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി വിളിപ്പിനാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദിച്ചു, നീ പറയും, എൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ വേട്ട നായ, ഈ നായക്കാണോ മഹത്വം, അതല്ല നിനക്കാണ്, മുസ്ലിമായ നിനക്കാണ്? അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഉത്തരം, അതിൻ്റെ മറുപടി ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെ എളിപ്പിനാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് മറുപടി കേട്ടപ്പോൾ അതെന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഅ്മിനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഈമാനോടുകൂടി മരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംശയവുമില്ല, ഈ വേട്ട നായേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്, മഹത്വമുള്ള വ്യക്തിയാണ്. അഥവാ നിന്റെ മരണസമയം ഈമാനില്ലാതെ, ഈമാൻ ലഭിക്കാതെയാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയാണ്, ഉറപ്പായ കാര്യമാണ്, എന്നേക്കാൾ മഹത്വം ഈ നായ്ക്ക് തന്നെയാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഹത്വം, നമ്മുടെ ഇസ്സത്തും നമ്മുടെ ഉയർച്ചയും നമ്മുടെ പദവിയുമെല്ലാം നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കൊരു വിലയുമില്ല, നമുക്കൊരു സ്ഥാനവുമില്ല, നമുക്കൊരു മഹത്വവുമില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ ഒരു ജീവിതത്തിൽ അവർ ഏറ്റവും ഭയപ്പെട്ടിരുന്നത്, അവർ ഏറ്റവും കൂടുതൽ അവരെ ആശങ്കപ്പെടുന്നത് അവർ ഈമാനെ കുറിച്ചായിരുന്നു. മുൻഗാമികൾ ചരിത്രങ്ങൾ പഠിച്ചു, അവരുടെ ഈമാനെ കുറിച്ച് അവർ സ്വയം ഭയമുള്ളവരായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളിൽ പ്രസിദ്ധനായ സഹാബിയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു, ഖുർആൻ അത് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് പഠിക്കണം. ഇൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അസ്ഖലു ഫിൽ മീസാൻ മിൻ ജബൽ ഉഹദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നാളെ ആഖിറത്തിൽ മീസാനിൽ അബ്ദുല്ലാഹി മസ്ഊദിന്റെ ഭാരം ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകും. അത്ര വലിയ ദീനിന്റെ ഈമാൻ ഉടമയാണ് എന്ന് നബി തങ്ങളുടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ സഹാബി തന്റെ ഈമാനെ കുറിച്ച് ഭയപ്പെടുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. എൻ്റെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം എൻ്റെ ഫർദായ നമസ്കാരം, ഞാൻ ഏത് നമസ്കാരം നമസ്കരിച്ചാലും ഞാൻ നമസ്കാര ശേഷം നിർബന്ധ ബുദ്ധിയോട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. അല്ലാഹു, നിന്നോട് ഞാൻ ഈമാനിനെ ചോദിക്കുന്നു. ആ ഈമാനിന് ശേഷം പിന്നെ ഇർതിദാദില്ല, അതെനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. നിലനിൽക്കുന്ന എൻ്റെ ഈമാൻ അല്ലാഹു നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യുന്നു. സഹാബാക്കൾ അവർ ഈമാനെ കുറിച്ച് ഇത്രയും ചിന്തയുള്ളവരായിരുന്നു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് മുൻഗാമികളിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും കരയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ദുഃഖം കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനവർ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കരയുന്നത്? ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ഓർത്തിട്ട് കരയുന്നതാണ്? അദ്ദേഹം തന്റെ മുന്നിലുണ്ടായിരുന്ന ധാന്യത്തിൽ ഒരു പിടി തൻ്റെ കയ്യിലെടുത്തു, എന്നിട്ട് കാണിച്ചു പറഞ്ഞു, ഇത്ര പോലും, ഈ കയ്യിൽ ഒതുങ്ങുന്ന ഇത്ര ധാന്യത്തിന്റെ അളവ് പോലും ഞാൻ പാപം ചെയ്തിട്ടില്ല. അത്രയും സൂക്ഷ്മതയിൽ എൻ്റെ ജീവിതം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? പാപങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളെ കരയിപ്പിക്കുന്ന കാര്യമെന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരണത്തിന് മുമ്പെങ്ങാനും അല്ലാഹു തആല ഈമാനിനെ എന്നിൽ നിന്ന് തിരിച്ചെടുക്കുമോ എന്ന ഭയമാണ്. എൻ്റെ ഈമാൻ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് എന്നെ കരയിപ്പിക്കുന്നത്. ഹാരിസ് ഇബ്നു മുആവിയ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിൽ അബൂ ദർദാ റളിയല്ലാഹു തആല
പ്രസിദ്ധനായ സഹാബി അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. ഞങ്ങൾ ആ സദസ്സിൽ അന്നത്തെ ചർച്ചാ വിഷയം ദജ്ജാലിനെ പറ്റിയായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ദജ്ജാലിന്റെ ഫിത്നകളെ വിവരിക്കുകയായിരുന്നു. സദസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അബൂ ദർദാ, ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന കാര്യം മറ്റൊരു കാര്യമാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ ഹാരിസ്, നിന്നെ ദജ്ജാലിനേക്കാൾ ഭയപ്പെടുന്ന കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അബൂ ദർദാ, അല്ലാഹു തആല എൻ്റെ മരണത്തിന് മുമ്പെങ്ങാനും ഞാൻ അറിയാതെ എൻ്റെ ഈമാൻ ഊരിയെടുക്കുമോ എന്ന ഭയമാണ്. ഞാൻ അറിയാതെ എൻ്റെ ഈമാൻ എങ്ങനും അള്ളാഹു ഊരിയെടുക്കുമോ എന്ന കാര്യമാണ് ഞാൻ ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഭയപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുൻഗാമികൾ ചരിത്രങ്ങൾ പഠിച്ചാൽ കരുതിയാൽ ഒരു മുഴുവൻ ആളുകളും തൻ്റെ ഈമാനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നു. ഈമാൻ നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിൽ ഏറ്റവും വിലയുള്ള ഉന്നതമായ നിഅമത്താണ് നമുക്ക് അള്ളാഹു ഈമാൻ നൽകിയിരിക്കുന്നത്. അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കൽ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. പ്രത്യേകിച്ച് അവസാന കാലഘട്ടമാകുമ്പോൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. പ്രഭാതത്തിൽ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരമാകുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടവനായിരുന്നു. വൈകുന്നേരം മുഅ്മിനായി കിടന്നുറങ്ങിയവൻ പ്രഭാതമാകുമ്പോൾ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത്രമാത്രം ഈമാനിനെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ ലോകത്ത് സംജാതമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് തങ്ങൾ നൽകി. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഇന്ന് മുനാഫിഖീങ്ങളെ മുഅ്മിനീങ്ങൾക്കിടയിലാണ് പരുതേണ്ടത്. എന്നാൽ ഒരു കാലഘട്ടം വരും മുനാഫിഖീങ്ങൾക്കിടയിൽ മുഅ്മിനീങ്ങളെ പരുതേണ്ട കാലഘട്ടം വരും. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ കിട്ടാതെ കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും. നമ്മളെ സംബന്ധിച്ച് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാൻ, ഇതിനെ സംരക്ഷിക്കണം. ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞാൽ, ഇമാം മുത്തറഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യന്റെ വിജയം, ഒരു മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അവന്റെ മരണം ഈമാനിലായി സംഭവിക്കലാണ്. അവന്റെ അന്ത്യം യഥാർത്ഥ ഈമാനിൽ സംഭവിക്കൽ, ഇതാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് ലഭിച്ചിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും നമ്മുടെ ഈമാനിലേക്ക് നോട്ടമുള്ളവരാണ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈമാനെ കുറിച്ചായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെ ജാഗ്രതയിൽ ഈമാനെ കുറിച്ച് ചിന്തയുണ്ടാകണം. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഈമാൻ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അത് കുറയുന്നുണ്ടോ, അതിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. നാം നമ്മുടെ ആരോഗ്യത്തെ നാം ശ്രദ്ധിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ, നാം നമ്മുടെ സമ്പത്തിനെ ശ്രദ്ധിക്കുന്നത് പോലെ എന്നല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഈമാനിനെ ശ്രദ്ധിക്കുന്നവരായി മാറും. അബൂ ദർദാ റളിയല്ലാഹു പറയുമായിരുന്നു, ഇന്ന മിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ, ഒരു മനുഷ്യന്റെ ദീനിയായ ഉയർച്ചയുടെ അടയാളമാണ് ആ മനുഷ്യന്റെ ഈമാൻ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് അവൻ അറിയുക. ഒരാൾക്ക് ഈമാൻ സ്വയം ആ വ്യക്തിയുടെ ഈമാൻ അത് കൂടിയ അവസ്ഥയിലാണോ കുറഞ്ഞ അവസ്ഥയിലാണെന്ന് സ്വയം അറിയൽ, അത് അവന്റെ ദീനിന്റെ ഉയർച്ചയുടെ അടയാളമാണ്. നമ്മൾ അറിയുന്ന പോലുമില്ല ഈമാൻ കൂടുന്നുണ്ടോ ഈമാൻ കുറയുന്നുണ്ടോ. ഈമാൻ അത് കുറയും. ഈമാനെ ശ്രദ്ധയില്ലെങ്കിൽ അത് കുറഞ്ഞ് ഏറ്റവും താഴേക്ക്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, മനുഷ്യന്റെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഈമാൻ കൂടും. അത് വർദ്ധിച്ച് 7 ആകാശത്തിന്റെ മുകളിൽ വരെ അത്രമാത്രം ഉയർച്ചയിലേക്ക് എത്തും. അത് കുറഞ്ഞാൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ അത് അത്രമാത്രം താഴേക്ക് പോവുകയും ചെയ്യും. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈമാൻ കൂടുമോ അത് കുറയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ, കൂടും. അതൊരു പർവ്വതം പോലെ ഉറച്ചതായി തീരും. അത് കുറയുകയും ചെയ്യും. ഒട്ടും ഇല്ലാത്ത അവസ്ഥയിൽ കാര്യമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാന്റെ വിഷയത്തിലാണ് ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. ഇന്ന് ഉമ്മത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ, ഒരു വൃക്ഷം അതിന്റെ ഇലകൾ പൊഴുത് അത് വീണ് അത് ഏത് വൃക്ഷമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈമാൻ നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇത് മുഅ്മിനിന്റെ വിവാഹമാണോ, ഇത് മുഅ്മിനിന്റെ കച്ചവടമാണോ, ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ഈമാൻ ബലഹീനമായ അവസ്ഥയാണ്. 2, ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഈമാൻ ഊരിയെടുക്കാൻ കാരണമാകുന്ന തിന്മകൾ നമ്മൾ സൂക്ഷിക്കണം.
ചില അടിമകൾ ഏറ്റവും ഭാഗ്യം കിട്ടവരായി പോകും. ഹദീസിൽ വരുന്നുണ്ട്, മനുഷ്യർ 4 വിഭാഗമാണ്. ഒന്ന്, കാഫിറായി ജനിക്കും, കാഫിറായി മരിക്കും. രണ്ട് കാഫിറായി ജനിക്കും, മുസ്ലിമായി മുഅ്മിനായിട്ട് മരിക്കും. 3, മുസ്ലിമായി ജനിക്കും, മുസ്ലിമായി മരിക്കും. 4ാമത്തെ വിഭാഗം മുസ്ലിമായി ജനിക്കും, കാഫിറായി മരിക്കും, ഈമാനില്ലാതെ മരിക്കും. ഈ 4ാമത്തെ വിഭാഗമാണ് ഏറ്റവും ഭാഗ്യം കിട്ടവർ. അവർക്ക് ഈമാൻ എന്ന നിയമത്തിൽ ലഭിച്ചിരുന്നു, പക്ഷെ അതിനെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ, അത് നഷ്ടപ്പെടുത്ത പാപങ്ങളിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ ജനിച്ചത് മുഅ്മിനായിട്ടാണ്, പക്ഷെ മരണപ്പെട്ടത് മുഅ്മിനായിട്ടല്ല, മരണപ്പെട്ടത് കാഫിറായിട്ടാണ്. എഴുതി ചില തിന്മകൾ, ചില പാപങ്ങൾ, അത് കാരണമായി അള്ളാഹു അടിമയിൽ നിന്നും ഈമാൻ എന്ന നിഅമത്തിനെ അള്ളാഹു തിരിച്ചു വാങ്ങിക്കും. ചില നിഅമത്തിൽ അള്ളാഹു തആല ചില തിന്മകൾ കാരണമായി അടിമയിൽ നിന്നും ഈമാൻ അള്ളാഹു തിരിച്ചു വാങ്ങിക്കും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആലയോട് ചോദിച്ചു, ഒരു അടിമയിൽ നിന്നും ഏത് തിന്മയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു തആല ഈമാൻ തിരിച്ചെടുക്കാൻ കാരണമാകുന്നത്? അദ്ദേഹം പറഞ്ഞു, മൻ തറക അശ്ശുക്റു അലൽ ഈമാൻ. ഈമാൻ ലഭിച്ച ശേഷം ആ നിഅമത്തിന് മേൽ ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ, അള്ളാഹു ഈമാൻ നൽകിയതിന്റെ പേരിൽ ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു തആല അടിമയിൽ നിന്ന് ഈമാൻ തിരിച്ചു. നമുക്ക് അള്ളാഹു തആല ഈമാൻ നൽകി, അതിന് അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ ചെയ്യേണ്ടവർ സഹാബാക്കൾ ധാരാളമായി കാണാൻ സാധിക്കും. ഒരിക്കൽ തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ സഹാബാക്കൾ കൂടിയിരിക്കുന്നു. ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? നഹ്മദുല്ലാഹ തആല അലാ മാ മന്ന അലൈനാ ബിൽ ഇസ്ലാം. നബി, വേറൊരു വിഷയവുമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നത് അള്ളാഹുവിനെ സ്തുതിക്കാനാണ്, അള്ളാഹുവിനെ വാഴ്ത്താനാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകിയതിന്റെ പേരിൽ, ഇസ്ലാം നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ, അള്ളാഹുവിനെ വാഴ്ത്തുവാൻ വേണ്ടി സഹാബാക്കൾ പറയുമായിരുന്നു, അവരുടെ നാവുകളിൽ എപ്പോഴും പറയുമായിരുന്നു, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ മാ തസദ്ദഖ്നാ വമാ സല്ലൈനാ. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവേ നീ ഈമാൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. നീ ഞങ്ങളെ വെച്ച് എത്ര അനുഗ്രഹമാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ പറയുന്ന വാക്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. ഒരടിമയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിൽ ഏറ്റവും ഉന്നതമായ വാക്കിതാണ്, അല്ലാഹുവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്തിന്റെ പേരിൽ? നീ എനിക്ക് ഈമാൻ നൽകിയതിന്റെ പേരിൽ. അതുകൊണ്ട് നാം നമ്മുടെ നാവ് കൊണ്ട് നാം ശുക്ർ ചെയ്യണം, നമ്മുടെ ജീവിതം കൊണ്ട് ശുക്ർ ചെയ്യണം. നമ്മൾ എത്ര പ്രാവശ്യം ജീവിതത്തിൽ അല്ലാഹുവേ നീ എനിക്ക് ഈമാൻ നൽകിയല്ലോ എന്ന് മനസ്സുകൊണ്ട് സന്തോഷത്താൽ എത്ര പ്രാവശ്യം ശുക്ർ ചെയ്തിട്ടുണ്ട്. ഈ ശുക്ർ നഷ്ടപ്പെട്ടാൽ, ഈ ശുക്ർ ഇല്ലാതെ വന്നാൽ ഈമാൻ അല്ലാഹു തിരിച്ചു കൊടുക്കും. പിന്നെ ഉലമാക്കൾ എഴുതി, ഹറാമുകൾ, പ്രത്യേകിച്ച് രഹസ്യമായ പാപങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഹറാമ് കാണുക എന്ന തിന്മ, ഉലമാക്കൾ എഴുതി അല്ലാഹു തആല ഈമാൻ തിരിച്ചെടുക്കാൻ കാരണമാകുന്ന പാപമാണ്. പ്രത്യേകിച്ച് കണ്ണിനെ ഹറാമിന് വേണ്ടി ഉപയോഗിച്ചാൽ അടിമയുടെ ഈമാൻ അല്ലാഹു തആല തിരിച്ചെടുക്കും. ഇമാം ഇബ്നു ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ 2-3 ചരിത്രങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മിസ്രിലെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. പഴയ കാലഘട്ടത്തിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മിനാരത്തിന്റെ മുകളിൽ അദ്ദേഹം കയറിയപ്പോൾ അടുത്തുള്ള ക്രിസ്ത്യൻ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ആഗ്രഹം വന്നു. പിന്നെ ആ വീട്ടിൽ പോയി ആ വിവാഹം കഴിക്കാൻ ആലോചന നടത്തി. ആ വീട്ടിലെ പിതാവ് തയ്യാറായി, പക്ഷെ നിബന്ധന വെച്ചു, എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരണമെങ്കിൽ നീ എൻ്റെ മതത്തിലേക്ക് വരണം, ക്രിസ്ത്യൻ മതത്തിലേക്ക് വരണം. ആ സ്ത്രീയെ കണ്ടു, ആഗ്രഹം വന്നു, അതിനുവേണ്ടി തയ്യാറായി. നിശ്ചിതമായി ഇസ്ലാമിനെ ഉപേക്ഷിച്ചു. അന്നത്തെ രാത്രി വീടിന്റെ മുകൾ ഭാഗത്ത് കയറുമ്പോൾ മറിഞ്ഞ് താഴെ വീണു, മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഒരു നോട്ടം, ഹറാമായ നോട്ടം, അവസാനം ഈമാൻ അത് മരിക്കാൻ കാരണമായി. അദ്ദേഹം വീണ്ടും ഒരു ചരിത്രം എഴുതുന്നു. ഒരു മഹാൻ, അദ്ദേഹം പരിശുദ്ധമായ കഅബയിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നു. ദുആ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാഹു നീ എന്നെ മുസ്ലിമായിട്ടേ മരിപ്പിക്കാവൂ, അല്ലാഹു നീ എന്നെ മുസ്ലിമായിട്ടേ മരിപ്പിക്കാവൂ, അല്ലാഹു എനിക്ക് നിന്നോട് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. അദ്ദേഹം പറയുന്നു, ഞാൻ 7 തവാഫിലും ഈ ചെറുപ്പക്കാരെ ദുആ ശ്രദ്ധിച്ചു, ഇത് മാത്രം ദുആ ചെയ്യുന്നു. 7 തവാഫിൽ ഇത് ഞാൻ കേട്ടത്. എൻ്റെ തവാഫെല്ലാം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ചോദിച്ചു, എന്താ നീ ഇത് മാത്രം ദുആ ചെയ്യാൻ കാരണം? ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ 2 മൂത്ത സഹോദരന്മാർ 2 പേരും മുസ്ലിമായി ജീവിച്ചവരായിരുന്നു. പക്ഷെ മരണസമയമായപ്പോൾ, മരണത്തിന്റെ അവസാന സമയമായപ്പോൾ ഖുർആൻ കൊണ്ടുവരാൻ പറയുകയും ഖുർആൻ കയ്യിൽ പിടിച്ച് ഈ ഗ്രന്ഥത്തെ ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് കാഫിറായി മരിച്ചു.
രണ്ടാമത്തെ സഹോദരനും അതേപോലെ സംഭവിച്ചു. അതിന് കാരണം എന്താ? എൻ്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരു ന്യൂനതയുണ്ടായിരുന്നു. ഹറാമ് കാണുന്നവരായിരുന്നു, അന്യ സ്ത്രീകളെ നോക്കുന്നവരായിരുന്നു. ഷേഖുൽ ഹദീസ് സക്കീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അബ്ബിയിൽ ഒരു കച്ചവടക്കാരൻ ചരിത്രം ഉദ്ധരിക്കുന്നു. കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ കടയിൽ ഒരു സ്ത്രീ വസ്തു വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് വിൽക്കുന്നിടയിൽ ആ സ്ത്രീയുടെ ശരീരത്തിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിച്ചു. ആ കച്ചവടക്കാരന്റെ മരണസമയമായപ്പോൾ വിശുദ്ധമായ കലിമ കുടുംബക്കാർ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ബാക്കിയെല്ലാം സംസാരിക്കാൻ സാധിക്കുന്നു, നാവിന് കലിമ വരുന്നില്ല. ആ കച്ചവടക്കാരൻ പറയുന്നു, ഇപ്പോൾ എൻ്റെ കലിമയെ തടയാനുള്ള കാരണം എൻ്റെ നോട്ടമാണ്, എൻ്റെ കടയിൽ വെച്ച് സംഭവിച്ച നോട്ടമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് ചില തിന്മകൾ അത് മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി ഓരോ മുമ്പിനും പരിശ്രമിക്കുക എന്നുള്ളത്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കും, ഈമാനെ ശക്തിയാക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു നൽകിയ ഈമാൻ അതിനെ നിരന്തരമായി ശക്തിയാക്കാൻ, അതിനെ വർദ്ധിപ്പിക്കാൻ, അത് ഭംഗിയാക്കാൻ പരിശ്രമിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനുള്ള വഴി ഈമാനിന്റെ മജ്‌ലിസുകളാണ്, ഈമാന്റെ ചുറ്റുപാടാണ്. സഹാബാക്കളുടെ ശീലം, സഹാബാക്കളിൽ പ്രസിദ്ധനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് റവാഹ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധരായ സഹാബാക്കളുടെ ശീലമായിരുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ പറയുമായിരുന്നു, ഇജ്ലിസു ബിനാ തആൽ ബിനാ ഹലുമു ബിനാ. അവർ പറയുമായിരുന്നു, വരി, ഇരിക്കും, ഈമാന്റെ കാര്യങ്ങൾ സംസാരിക്കാം. കാരണം സഹാബാക്കൾ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി സഹാബാക്കൾ മനസ്സിലാക്കിയത് ഈമാനിന്റെ മജ്‌ലിസുകളാണ്, ഈമാനിന്റെ സംസാരങ്ങളാണ്, ഈമാന്റെ കാര്യങ്ങൾ കേൾക്കലാണ്. മനുഷ്യന്റെ ഹൃദയം ചില സമയത്ത് ബലഹീനമാകും. ഉലമാക്കൾ എഴുതി, മനുഷ്യന്റെ ഹൃദയം 3 നിലയിലാണ്. ഒന്ന് ഖൽബെ മരീം, രണ്ട് ഖൽബെ മയ്യിത്ത്, ഖൽബെ സലീം. മനുഷ്യന്റെ ഹൃദയം 3 അവസ്ഥയിലാണ്. ഒന്ന് മരിച്ചുപോയ ഹൃദയം, 2 രോഗം ബാധിച്ച ഹൃദയം, 3 സലീമായ ഹൃദയം. അള്ളാഹുവിന് ആവശ്യമുള്ളത് സലീമായ ഹൃദയമാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ വിജയിക്കുന്നവർ സലീമായ ഹൃദയം, ശുദ്ധമായ ഹൃദയം, ഈമാനുള്ള ഹൃദയം, പരിശുദ്ധമായ ഹൃദയം, ആ ഹൃദയത്തിന്റെ ഉടമകളാണ് വിജയിക്കുന്നത്. ഇന്ന് നമ്മുടെ അവസ്ഥ ഒന്നുകിൽ രോഗം ബാധിച്ച ഹൃദയമാണ്, അല്ലെങ്കിൽ മരിച്ചുപോയ ഹൃദയമാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിന്റെ ഹൃദയത്തെ 3 സ്ഥലത്ത് അന്വേഷിക്കണം. ആ 3 സ്ഥലത്ത് നിന്റെ ഹൃദയം ഇല്ല എങ്കിൽ നീ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹൃദയത്തെ ചോദിക്കണം. 1 ദിക്റിന്റെ മജ്‌ലിസുകളിൽ, 2 നമസ്കാര സമയത്ത്, 3 നീ ഖുർആനിന്റെ തിലാവത്ത് നടത്തുമ്പോൾ. ഈ 3 സ്ഥലത്ത് ഹൃദയം പങ്കാകുന്നുണ്ടോ? ഹൃദയ സാന്നിധ്യത്തോടെയാണ് നമസ്കരിക്കുന്നത്, ഹൃദയ സാന്നിധ്യത്തോടെയാണ് നീ ഖുർആൻ ഓതുന്നത്, ഹൃദയ സാന്നിധ്യത്തോടെയാണ് നീ ദിക്ർ ചെയ്യുന്നത്. ഇല്ല എങ്കിൽ നിനക്ക് ഹൃദയമേ ഇല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹൃദയം ചോദിക്കും. ചില ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ചന്ദ്രന്റെ മേൽ മേഘം വന്ന് അതിന്റെ പ്രകാശത്തിന് മറയിടുന്നത് പോലെ ചില സമയങ്ങളിൽ മനുഷ്യരുടെ ഹൃദയത്തിന് മേൽ മറയിട്ട് പോകും. ആ മറ മാറ്റുവാനും ആ മറ മാറ്റി ഹൃദയത്തെ പ്രകാശിപ്പിക്കാനുമുള്ള വഴി ഈമാനിന്റെ മജ്‌ലിസുകളാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈമാനിന്റെ മജ്‌ലിസുകൾ അത് ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ ആ ഭൂമിയെ തയ്യാറാക്കുന്നത് പോലെ, ആ ഭൂമിയിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നത് പോലെ ഈമാനിന്റെ മജ്‌ലിസുകളിൽ അധികമായി ഇരിക്കുന്നതിലൂടെ മുഅ്മിനിന്റെ ഹൃദയം സജീവമാകും. മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ കാരണമായിത്തീരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബാധ്യസ്ഥരാണ്. ഈമാനുള്ള ഓരോ മുസ്ലിമിന്റെയും, ഓരോ മുഅ്മിന്റെ കടമയാണ് തന്റെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും തന്റെ സമയം കണ്ടെത്തി അതിന് ചെലവഴിക്കുകയും ചെയ്യുക എന്നത്. അൽഹംദുലില്ലാഹ് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുന്നിൽ 2 ദിവസം വരുന്നത്. 2 ദിവസം അൽഹംദുലില്ലാഹ് ദീന്റെ പേരിൽ ഈമാനിന്റെ മജ്‌ലിസ് നമ്മുടെ നാട്ടിൽ നടക്കുക. ഈമാൻ മാത്രം ലക്ഷ്യമാക്കി വേറെ ബാഹ്യഭാഗത്തിൽ ചർച്ചയില്ല. ആകെ അവിടുത്തെ വിഷയം ഈമാനാണ്. ഈമാനെ കുറിച്ചാണ് ചർച്ചയുള്ളത്. ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ 2 ദിവസം സമയം ഒഴിവാക്കി അവിടെ വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ, ഈമാന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ സജീവമാകും, ഹൃദയത്തിലെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായിട്ട്. അതുകൊണ്ട് സമ്മേളനത്തിന്റെ 1ാമത്തെ ലക്ഷ്യം ഈമാന്റെ മജ്‌ലിസിൽ ഇരുന്ന് നമ്മൾ സ്വയം ഈമാൻ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്വന്തം ഈമാനെ കുറിച്ച് ചിന്തയുള്ളവരായി തീരണം. സമ്മേളനങ്ങൾ നടത്തുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം നമ്മുടെ ഈമാനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, മുഴുവൻ മനുഷ്യരുടെ ഈമാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരായി തീരണം. ഇന്ന് സ്വന്തം മകളുടെ ഈമാനെ കുറിച്ച് ചിന്തിക്കാൻ വാപ്പക്ക് സമയമില്ല, സ്വന്തം മകന്റെ ഈമാനെ കുറിച്ച് ചിന്തിക്കാൻ വാപ്പക്ക് സമയമില്ല, സ്വന്തം ഭാര്യയുടെ ഈമാനെ കുറിച്ച് ചിന്തിക്കാൻ ഭർത്താവിന് സമയമില്ല, സ്വന്തം അയൽവാസിയുടെ ഈമാനെ കുറിച്ച് ചിന്തിക്കാൻ
ഒരു മുസ്ലിം സമയമില്ല. നമ്മൾ നിബിതങ്ങളുടെ ഉമ്മത്താണ്. നിബിതങ്ങൾ മുഴുവൻ മനുഷ്യരുടെയും ഈമാനെ കുറിച്ച് ചിന്തിച്ചു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് യാ സഫാ. അല്ലാഹു പറഞ്ഞു, നബിയെ, അങ്ങ് ഇത്രമാത്രം ത്യാഗം ചെയ്യുകയാണോ? ഈ ജനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അങ്ങയുടെ ശരീരത്തെ നശിപ്പിക്കുകയാണോ? നബി തങ്ങൾ അങ്ങേയറ്റം കൊതിയുള്ള നബിയായിരുന്നു. ഓരോരുത്തർക്കും ഈമാൻ കിട്ടണമെന്ന് നമ്മുടെ ബാധ്യതയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ മുർത്തദ്ദായി പോയി. ആ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നപ്പോൾ ചോദിച്ചു, ആ മുർത്തദ്ദായ ആളുടെ അവസ്ഥ എന്താണ്? പറഞ്ഞു, അവർ ആ അവസ്ഥയിൽ തന്നെയാണ്. ഉമർ റളിയല്ലാഹു ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല നിലയിൽ അവരെ സന്തോഷിപ്പിച്ച് അവരെ നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. കുറച്ച് ജനങ്ങൾ മുർത്തദ്ദായപ്പോൾ അവരുടെ ഈമാനെ കുറിച്ച് വിഷമിക്കുകയാണ്. ഖലീഫ സഹാബാക്കളുടെ അവസ്ഥ ഇതാണ്. ഒരു നാട്ടിൽ നിന്ന് മുസ്ലിമീങ്ങൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആ നാട്ടിൽ പോയ ശേഷം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ, നിങ്ങളെ വിഷമിപ്പിച്ച വാർത്ത എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ വാർത്ത എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ച വാർത്ത റജുലുൻ കഫറ ബഅദ ഇസ്ലാമിഹി, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മുസ്ലിമായ ശേഷം ഇസ്ലാമിനെ വിട്ട് മുർത്തദ്ദായി പോയി. അതാണ് ഞങ്ങൾ ഏറ്റവും ദുഃഖിതമാക്കിയത്. സഹോദരന്മാരെ, സഹാബാക്കളുടെ കാലഘട്ടത്തിൽ സഹാബാക്കൾ സ്വന്തം ഈമാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരുന്നില്ല. മറിച്ച് മുഴുവൻ മനുഷ്യരുടെയും, അവർ കാണുന്നവരും അവർ കാണാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും ഈമാനെ കുറിച്ച് സഹാബാക്കൾ ചിന്തയുള്ളവരായിരുന്നു. സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത് ഒന്ന് സ്വന്തം ഈമാനെ കുറിച്ച് ചിന്തയുള്ളവരായി തീരണം, രണ്ട് മുഴുവൻ മനുഷ്യരുടെ ഈമാനെ ചിന്തിക്കുകയും അതിൽ ആ ഉമ്മത്തിനെ ഈമാനെ കൊണ്ടുവരാൻ പരിശ്രമിക്കാൻ മുഴുവൻ മനുഷ്യരെ തയ്യാറാക്കുകയാണ് സമ്മേളനങ്ങളുടെ ലക്ഷ്യം. നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല ഈ നാടിനെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. എത്രയോ ഖൈറുകൾ ഈ നാട്ടിലുണ്ടാകും, എത്രയോ അമലുകൾ ഈ നാട്ടിൽ നടക്കും. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമായി മനസ്സിലാക്കി നമ്മൾ അതിനെ വിലമതിക്കുകയും നമ്മുടെ നാട്ടിൽ വരുന്നവരെ അതിഥികളായി മനസ്സിലാക്കി നമ്മൾ ആതിഥേയരായ ചിന്തയിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കും. മദീനക്കാരെ അല്ലാഹു അനുഗ്രഹിച്ചതുപോലെ മുഹാജിരീങ്ങളായ സഹാബാക്കൾ മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ അവർ സ്വീകരിച്ച അവർ അതിഥികളെ ഒന്നുമില്ലാത്ത നാട്ടുകാരായിരുന്നു. മദീനയുടെ അവസ്ഥ ചരിത്രത്തിൽ കാണാം. നിരന്തരമായി രോഗം ബാധിച്ച നാടായിരുന്നു. സഹാബാക്കൾ വന്നപ്പോൾ മാസങ്ങളോളം ഇരുന്നാണ് അവർ നമസ്കരിച്ചത്. കാരണം അവർ അത്രയും രോഗികളായിരുന്നു. അവർ ആ നാടിന്റെ അറിയപ്പെട്ടിരുന്നു നിരന്തരമായ രോഗമുള്ള നാടാണെന്ന്. ജനിക്കുന്ന കുട്ടികൾ പ്രായപൂർത്തിയാകുന്നവരെ നിരന്തരമായി രോഗികളായിരുന്നു. അങ്ങനത്തെ ഒരു നാടായിരുന്നു മദീന. പക്ഷേ ദീനിനെ ആ നാട് ഏറ്റെടുത്തപ്പോൾ അല്ലാഹു തആല നാടിനെ മാറ്റി മറിച്ചു. നബി തങ്ങൾ പറഞ്ഞു, മദീനയുടെ മണ്ണ് രോഗത്തിന് ശിഫയാണ്. ആ മണ്ണിനെ തന്നെ ശിഫയാക്കി അല്ലാഹു തആല മാറ്റി. രോഗമുള്ള നാടിന്റെ മണ്ണിനെ രോഗത്തിന് ശിഫയാക്കി മാറ്റി. അല്ലാഹു തആല ദീനിന്റെ കേന്ദ്രമാക്കി മാറ്റി. ലോകം മുഴുവൻ ദീനെത്താൻ മദീന കാരണമായി. എന്തുകൊണ്ടാണ്? വന്ന അതിഥികളെ സ്വീകരിച്ചു, അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലേക്കും പല നാടുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ അതിഥികളായിട്ട് വരികയാണ്. പ്രത്യേകിച്ച് ദീന്റെ വഴിയിൽ വരുന്ന അതിഥികളാണ് നമുക്ക് കടമയും ബാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നാട്ടുകാർ, ഈ നടക്കുന്ന സമ്മേളനത്തിൽ പൂർണ്ണമായി 2 ദിവസം പങ്കെടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളെ ഏറ്റെടുത്ത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ നിയന്ത്രിക്കുകയും ചെയ്യും. അല്ലാഹു തആല നിലയിൽ നമ്മുടെ സമ്മേളനങ്ങളെ ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കുവാനും ഈ സമ്മേളനത്തോടുകൂടി ഇതിന്റെ ഞായറാഴ്ചത്തെ ഇശായുടെ ദുആയോടുകൂടി ഉമ്മത്തിന്റെ മേൽ അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനം ഇറങ്ങുവാനും ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അല്ലാഹു തആല ലോകം മുഴുവൻ കുഫ്റിന്റെയും ബാത്തിലിന്റെയും കോട്ടകളിൽ ഹിദായത്തിന്റെ പ്രകാശമെത്തുവാനും ഇശായുടെ ദുആ, ഞായറാഴ്ചയുടെ ഇശായുടെ ദുആയോടുകൂടി കാരണമായി തീരണം. നമ്മൾ പൂർണ്ണമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് ഏതെല്ലാം നിലയിൽ സഹകരിക്കാൻ സാധിക്കുമോ നാം ഓരോരുത്തരും സഹകരിക്കാൻ വേണ്ടി നിയത്ത് വെക്കി. അല്ലാഹു നിലയിൽ നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. വാഹിദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.